തുമ്പാട് സിനിമ ബ്രഹ്മയുഗമായിട്ട് കമ്പയർ ചെയ്ത് ഒരുപാട് റിവ്യൂവേഴ്സ് പറയുന്ന കേട്ടു, കമന്റിൽ പറയുന്ന കേട്ടു. അതുകൊണ്ട് ഞാൻ തുമ്പാട് എന്താണെന്ന് നോക്കാൻ വേണ്ടി, എന്താണ് ബ്രഹ്മയുഗമായിട്ടുള്ള റിലേഷൻ നോക്കാൻ വേണ്ടി തുമ്പാട് സിനിമ കണ്ടു. അപ്പം തുമ്പാടിനെ പറ്റിയാണ് റിവ്യൂ. കമ്പാരിസൺ ആയതുകൊണ്ടും സിനിമയുടെ റിവ്യൂ ആയതുകൊണ്ടും ഒബ്വിയസ്ലി സ്പോയിലർ ഉണ്ടാവും. അതുകൊണ്ട് തുമ്പാട് കണ്ടിട്ടില്ലാത്തവർ സ്കിപ്പ് ചെയ്തോളൂ. അല്ലാത്തവർ തുമ്പാട് ഇതിന്റെ കമ്പാരിസൺ എന്താണെന്ന് അറിയണം എന്നുള്ളവരോ അല്ലെങ്കിൽ സിനിമ ഓൾറെഡി കണ്ടിട്ടുള്ളവരോ വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഷെയർ ചെയ്യും. തുമ്പാട് എന്ന് പറയുന്ന ഈ തുമ്പാട് സിനിമ പേര് കേട്ടപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്, എന്താണ് ഈ തുമ്പാട്? ഇനി എന്തെങ്കിലും ആളുടെ പേരാണോ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും സാധനത്തിന്റെ പേരാണോ, സ്ഥലത്തിന്റെ പേരാണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ എനിക്ക് വന്നു. അപ്പോൾ സിനിമ കണ്ടു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തുമ്പാട് ഒരു സ്ഥലമാണ്, മഹാരാഷ്ട്രയിലുള്ള ഒരു സ്ഥലമാണ് തുമ്പാട്. അപ്പോൾ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഹിസ്റ്ററി പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതായത് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന ഒരാൾ ദൈവങ്ങളെയൊക്കെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിൽ ആദ്യം ഉണ്ടാക്കിയതാണ് ഹസ്തർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദൈവമല്ല, ഹസ്തർ ആയിരുന്നു അവരുടെ ആദ്യത്തെ ഗോഡ്ലി ക്രിയേഷൻ. അപ്പം ഹസ്തർ പക്ഷേ ആൾക്കാരെ ഒന്നും അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാതെ ഒന്നും, എന്ന് വെച്ചാൽ ഗോഡ്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ വെൽത്ത് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഹസ്തറിന് ദൈവം എന്നുള്ളൊരു പദവി നഷ്ടമാവാണ്. ഹസ്തർ ഒരിക്കലും ദൈവം അറിയപ്പെടില്ല. അതുപോലെ അങ്ങനത്തെ ഒരു ആരാലും അറിയപ്പെടാതെ പോകുന്ന ഹസ്തറിന് ഒരു ശാപം കിട്ടി. അതുകൊണ്ട് എല്ലാവരെയും ക്രിയേറ്റ് ചെയ്ത ക്രിയേഷൻ ഹസ്തറിനെ തിരിച്ച് വയറിനുള്ളിലാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു കഥ പറഞ്ഞിട്ടാണ് സിനിമ തുടങ്ങുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ഹസ്തറിനെ കാണിക്കുന്നുണ്ട്. വെച്ചാൽ ഹസ്തറിനെ ഏത് കാണിക്കുന്ന, ഹസ്തറിനെ ആരാധിക്കുന്ന ഒരു സ്ഥലം തുമ്പാട് മാത്രമേ ഉള്ളൂ. അപ്പം ഹസ്തറിന്റെ ഒരു രൂപം കാണിക്കുന്നുണ്ട്. അപ്പം അതിൽ തന്നെ ഒരു ഭയങ്കര വിയേർഡായിട്ടുള്ള ഒരു ഭയങ്കര തടിച്ച് ഇങ്ങനെ മുഖമൊക്കെ ഭയങ്കര വിയേർഡായിട്ട് കുറുകിയ ഒരു ആളക്കൂട്ടമുള്ള ഒരു വിഗ്രഹമല്ല, അങ്ങനത്തെ ഒരു ഇതിനെയാണ് ഇവർ ആരാധിക്കുന്നത്. എന്നുവെച്ചാൽ അതാണ് ഹസ്തർ. ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര മഴയാണ്. അപ്പം തുമ്പാട് ഇങ്ങനെ ഹസ്തറിനെ ആരാധിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ മഴ മാറില്ല എന്നാ പറയണേ. അതുകൊണ്ട് ഭയങ്കര മഴയാണ്. അപ്പം ഈ സിനിമ ആക്ച്വലി ഷൂട്ട് ചെയ്തതും ഈ വലിയ മഴയത്ത് തന്നെയാണെന്നാണ് പറയണത്. മഴയുള്ള സമയത്ത് മാത്രമേ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ, റിയൽ മഴ അവരുണ്ടാക്കിയെടുത്തതല്ല. അതുകൊണ്ട് തന്നെ സിനിമ തീരാൻ കുറച്ച് ടൈം എടുത്തു, സിനിമ ഷൂട്ട് ചെയ്ത് കഴിയാൻ കുറച്ച് ടൈം എടുത്തു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു അപ്പൂപ്പനൊക്കെ ഇരിക്കേണ്ട. അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അപ്പൂപ്പനെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു വെച്ചാൽ പുള്ളിയുടെ ഒരു സെറ്റപ്പ് കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടിയൊക്കെ തോന്നും. അത് കഴിഞ്ഞ് പിന്നെ ഇതിൽ ഈ അപ്പൂപ്പന് വയസ്സായിട്ടാണെങ്കിലും അപ്പൂപ്പന് മിസ്ട്രസ് ഒക്കെ ഉണ്ട്, ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പം ഈ പുള്ളിക്കാരിക്ക് 2 മക്കളുണ്ട്. അപ്പം പിന്നെ നമ്മൾ കാണുന്ന ഈ 2 കുട്ടികൾ വലിയൊരു കോട്ട പോലത്തെ ഒരു സ്ഥലം വെച്ചാൽ തുറക്കാനൊക്കെ ഭയങ്കര പാടാ. ഇത്രയും വലിയ കീ, ഇരുമ്പിൻ്റെ ആണോ എന്തിൻ്റെ ആണോ വുഡിൻ്റെ ഒക്കെ വലിയ കീയും വലിയ സാക്ഷിയൊക്കെ ഉള്ള വാതിലൊക്കെയാണ്. അപ്പം ഇതൊക്കെ തുറന്ന് ഇവർ ഒരു അമ്മൂമ്മയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഈ അമ്മൂമ്മ എന്ന് പറയുമ്പോൾ ഭയങ്കര ഹൈപ്പാണ് ഈ ക്യാരക്ടറിന് കൊടുത്തേക്കണം. കാരണം ഫസ്റ്റ് തന്നെ ഈ അമ്മൂമ്മേനെ പറ്റി മറ്റേ ഞാൻ ആദ്യം പറഞ്ഞ അപ്പൂപ്പനുണ്ടല്ലോ, ആ അപ്പൂപ്പൻ അവിടുത്തെ ഒരു ജന്മി സെറ്റപ്പാണ്. അപ്പോൾ പുള്ളിയോട് പുള്ളിയുടെ സെറ്റപ്പ് പുള്ളിക്കാരിക്ക് ഫുഡ് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറയണ്ട അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാതിരിക്കാമോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ അമ്മൂമ്മയ്ക്ക് ഭയങ്കര ഹൈപ്പാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ അമ്മൂമ്മ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി ഇരിക്കുക. അപ്പോൾ ഈ പിള്ളേർ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട് അമ്മൂമ്മയ്ക്കുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കി, ഇനി നീ ഇത് കൊടുക്കണം എന്ന് പറയണം. അപ്പോൾ തന്നെ നമുക്കൊരു ഇത് വരും, ഇതെന്തോ ഒരു സംഭവമാണ്, ഈ അമ്മൂമ്മ എന്തോ ഒരു ഒന്നെങ്കിൽ എന്തോ ഒരു സംഭവം നമുക്കൊരു ഐഡിയ വരും. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഇവരുടെ അമ്മ ഓടി വരികയാണ്. ഈ ഇതിലെ 2ാമത്തെ കുട്ടി ഫുഡ് കൊടുക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് ഈ അമ്മ ഓടി വന്ന് ഫുഡ് തട്ടി മാറ്റിയിട്ട് ഒന്നോടെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും അമ്മൂമ്മ എന്തോ ഒരു ഭീകരിയാണ്. അത് കഴിഞ്ഞിട്ട് ഈ സ്ത്രീ ഇവർക്ക്, അതായത് ഈ മക്കളുടെ അമ്മ ഇവർക്ക് ഫുഡ് കൊടുക്കുക. ഈ മക്കള് ആദ്യം ഞാൻ പറഞ്ഞ അപ്പൂപ്പൻ്റെ മക്കളാണ് കേട്ടോ. അതായത് ഈ സെറ്റപ്പിൽ ഈ അപ്പൂപ്പനുണ്ടായ മക്കളാണ് ഈ 2 ആൺപിള്ളേർ. ഈ അമ്മൂമ്മയ്ക്ക് കൊണ്ട് ഫുഡ് കൊടുക്കാൻ പോവാണ്. അപ്പം ഫുഡ് കൊടുക്കുന്നൊന്നും നമ്മളെ കാണിക്കില്ല, നമ്മൾ ജസ്റ്റ് കാണിക്കുന്ന ഈ അമ്മൂമ്മയുടെ നഖം വെട്ടുന്നതാണ്. നഖം വെട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കാല് മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷെ കാല് കാണിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അമ്മൂമ്മയുടെ മുഖം കണ്ടാൽ എന്തായാലും നമ്മൾ പേടിക്കുന്നു. കാരണം കാലിങ്ങനെ ചീഞ്ഞളിഞ്ഞ് കറുത്ത് ഇങ്ങനെ ചീഞ്ഞളിഞ്ഞിരിക്കില്ലേ, എന്നുവെച്ചാൽ ഡിക്കേഡായിട്ടിരിക്കണ കാലില്ലേ, അതുപോലെയാണ് കാലിരിക്കുന്നത്. അതിൽ നഖം വെട്ടാൻ കുറേ കഷ്ടപ്പാടാണ്. കാരണം അതിങ്ങനെ
ഊരി ഇങ്ങ് പോരുകയാണ്. എന്നുവെച്ചാൽ ചീഞ്ഞളിഞ്ഞൊരു ബോഡി എങ്ങനെയാണോ ഇരിക്കണത് അതുപോലെ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് അമ്മൂമ്മേനെ കണ്ടു കഴിഞ്ഞ് പേടിയാണെന്ന് മനസ്സിലാവും. അത് കഴിഞ്ഞ് പിന്നെ കഥ മുന്നോട്ട് പോകുമ്പം ഇതിൽ രണ്ടാമത്തെ കുട്ടി ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് വീഴുകയാണ് കൊമ്പടിഞ്ഞ്. അപ്പോൾ മൂത്ത കുട്ടിയോട് ഈ അമ്മൂമ്മയ്ക്ക് ഫുഡ് കൊടുക്കാൻ പറയാം. അപ്പം അമ്മ ഈ ഇളയ കുട്ടീനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ എല്ലായിടത്തും വൈദ്യരുടെ അടുത്ത് പോകും. ഇതൊക്കെ നടക്കുന്ന 1920കളിലാണ് കേട്ടോ, സ്വാതന്ത്ര്യത്തിന് മുന്നേ. അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് നമ്മൾ ഈ അമ്മൂമ്മയുടെ മുഖം കാണുന്നത്. അമ്മൂമ്മയുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ, ഞാൻ പറയാം, റോങ് ടേൺ സിനിമ കണ്ടവർക്ക് അതിൽ ഒരു ഇച്ചിരി പൊക്കം കുറഞ്ഞ ഒരു കാനിബൽ ഉണ്ട്. അയാളുടെ ഏകദേശം ഒരു മേക്കപ്പ് സ്ട്രക്ചറാണ് ഈ അമ്മൂമ്മയ്ക്കും കൊടുത്തിട്ടുള്ളത്. ഒന്നെങ്കിൽ അതിലും ഭീകരം, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന അത്രയും തന്നെ ഭീകരം. കണ്ടവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പേടിയാവും, നല്ല പേടിയാവും. അതുപോലെയാണ് അമ്മൂമ്മയുടെ മുഖം ഇരിക്കണേ. അപ്പോൾ ഈ അമ്മൂമ്മ ഈ കൊച്ചുമോനെ തിന്നാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ അമ്മൂമ്മ ഓടി പോകാതിരിക്കാൻ കാലിൽ ചങ്ങലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഫുഡ് വേണമെന്ന് പറയുമ്പോൾ ഈ പയ്യൻ പേടിച്ച് ഓടിപ്പോയി ഫുഡ് ഉണ്ടാക്കും. ഫുഡ് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പോകും. ഉണ്ടാക്കി വെച്ച ഫുഡ് അമ്മൂമ്മയ്ക്ക് എടുത്ത് കൊടുക്കാൻ പോകുമ്പോഴത്തേനും അമ്മൂമ്മ അതിൻ്റെ കാലിൽ കിടന്ന ഒരു ചങ്ങലയുടെ ഒരു ഭാഗം എടുത്ത് ഈ കൊച്ചിൻ്റെ കാലിലൊട്ടി അമ്മൂമ്മ ഓടും. എത്ര വയസ്സായ അമ്മൂമ്മയാന്ന് ആലോചിക്കണം. അതായത് നമ്മൾ ഫസ്റ്റ് കാണുന്ന അപ്പൂപ്പൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറാണ്. അവർ ഇതുവരെ മരിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഇവർ ഓടുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയുക, അപ്പോഴേ നമുക്ക് ഭയങ്കര ഈ അമ്മൂമ്മയുടെ ഒരു സൗണ്ടും ഉണ്ട്. ഭയങ്കര വൃത്തിയായിട്ട ഒരു സൗണ്ടാണ്, നമുക്ക് ശരിക്കും പേടിയാവും. അപ്പോൾ ഈ അമ്മൂമ്മ മിണ്ടാതിരിക്കാനായിട്ട് ഒരു ട്രിക്കുള്ളൂ. അതായത് കിടന്നുറങ്ങും അമ്മൂമ്മ, അല്ലെങ്കിൽ ഹസ്തർ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മൂമ്മ ഒന്നും ചെയ്യാതെ കിടന്നു അപ്പം തന്നെ കൂർക്കം വലിക്കും. അപ്പോൾ ഈ പയ്യന് ഇതാണ് ഇവൻ്റെ അമ്മ പറഞ്ഞു കൊടുത്തൊരു കോഡ് ഭാഷ. അമ്മൂമ്മ വയലൻ്റ് ആവുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതിയെന്ന്. പക്ഷേ ഈ പയ്യൻ ഈ പേര് മറന്നു, ഹസ്തർ എന്നുള്ള പേര് മറന്നു പോകും. പക്ഷെ അവസാനം എത്തുമ്പോൾ പുള്ളി ഓർക്കും. അങ്ങനെ അമ്മൂമ്മ കിടന്നുറങ്ങും. അങ്ങനെ ഇവർക്ക് അവിടെ ഒരു നിധി ഉണ്ടെന്ന് ഓൾറെഡി അറിയാം. അതായത് ഈ മനയിൽ. പക്ഷെ ഈ നിധി എടുത്തു കഴിഞ്ഞാൽ ഇതിൽ എടുക്കുന്ന ആൾക്കാർ ഒക്കെ എന്തെങ്കിലും സംഭവിക്കും. ഒന്നെങ്കിൽ അവർ മരിക്കും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറ്റും. അപ്പോൾ ഈ രണ്ടാമത്തെ കുട്ടി മരിക്കുകയാണ്. അപ്പോൾ ഉള്ള ഒരു കുട്ടീനെയും കൊണ്ട് ഈ അമ്മ തുമ്പാട് വിടുകയാണ്. തുമ്പാട് ഒരിക്കലും വരരുതെന്ന് മോനെ കൊണ്ട് പ്രോമിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ മോന് പോകാൻ താല്പര്യമില്ല. കാരണം മോന് നിധി എടുത്തിട്ട് പോകാനാണ് താല്പര്യം. പക്ഷേ നിധിയൊന്നും എടുക്കാതെ ഇവർ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, പൂനെയിലേക്ക് പോവുകയാണ്. പക്ഷെ കുറച്ച് വർഷം കഴിഞ്ഞ്, ഒരു 10-15 വർഷം കഴിഞ്ഞ് ഈ മോൻ വലുതായിട്ട് തിരിച്ചു വരികയാണ് നിധി എടുക്കാൻ വേണ്ടി. അപ്പം നിധി എവിടെ ഇരിക്കണേന്ന് ഈ അമ്മൂമ്മയ്ക്ക് അറിയുള്ളൂ എന്ന് ഈ മോനറിയാം. അപ്പം മോനായിട്ട് പിന്നെ വന്നേക്കണേ സോഹം ഷായാണ് വലുതായ ആളായിട്ട് വന്നേക്കണേ. അത് കഴിഞ്ഞിട്ട് ഇയാൾ ഈ അമ്മൂമ്മ കിടന്ന സ്ഥലത്തേക്ക് പോവാണ്. അപ്പം അമ്മൂമ്മ കിടന്ന സ്ഥലം ഓൾറെഡി ഇങ്ങനെ ഒരു വലിയൊരു മലയുടെ മുകളിലാണ്. അപ്പം കുറേ വർഷം കഴിഞ്ഞ് പോകുമ്പം ഈ മലയൊക്കെ, ഈ സ്ഥലമൊക്കെ ഇടിഞ്ഞ് എന്നുവെച്ചാൽ അവിടെ മൊത്തം ചെടിയൊക്കെ വളർന്ന് മരത്തിൻ്റെ വേര് കയറി അങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്ക് മാറും. പക്ഷേ അവൻ ചെന്ന് നോക്കുമ്പോൾ നമ്മൾ വിചാരിച്ച് അമ്മൂമ്മ മരിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിരിക്കണേ. പക്ഷെ ഇവൻ ചെന്ന് നോക്കുമ്പോൾ ഈ അമ്മൂമ്മ മരിച്ചിട്ടില്ല. പക്ഷെ അമ്മൂമ്മ ജീവിച്ചിരിക്കണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മൂമ്മയുടെ എല്ലാ ഭാഗവും ഡീക്കയായി പോയി അമ്മൂമ്മയുടെ മേത്തുനിന്ന് ഒരു മരം മുളച്ച് വന്നേക്കാണ്. എന്നിട്ട് അമ്മൂമ്മയുടെ ഹാർട്ട് ഈ മരത്തിൻ്റെ ഒരു ഭാഗത്തായിരിക്കണേ. അത് അവിടെ ഇരുന്ന് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പുള്ളിക്കാരിയുടെ തല മാത്രം ഇങ്ങനെ എല്ലാം ഡീക്കേഡാണ്, എന്നാലും കുറച്ച് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഇവൻ ഈ അമ്മൂമ്മോട് എവിടെ നിന്നാണ് ഇത് കിട്ടിയെന്ന് ചോദിക്കുക. അപ്പോൾ അമ്മൂമ്മ പറയാൻ, നീ ഇത് എടുക്കാൻ പോയാൽ എൻ്റെ അവസ്ഥയാവുന്നത്. എനിക്ക് തോന്നണം ഒരിക്കലും മരിക്കരുതെന്നുള്ള ഒരു ശാപം ഈ അമ്മൂമ്മയ്ക്ക് കിട്ടിയേക്കാണ്. എന്നുവെച്ചാൽ അത് പറയാം, ഒരിക്കലും മരിക്കരുതെന്നുള്ളൊരു ശാപം ഈ അമ്മൂമ്മയ്ക്ക് കിട്ടിയേക്കാണ്. അതുകൊണ്ടാണ് അമ്മൂമ്മ അത്രയും ഭീകരമായിട്ട് അങ്ങനെ കിടക്കുന്നത്. അത് കഴിഞ്ഞ് ഈ പുള്ളി എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവന് നിധി കിട്ടില്ല, ഇവന് അമ്മൂമ്മയുടെ ഏകദേശം അവസ്ഥയാവുന്നു. പക്ഷെ പുള്ളി എങ്ങനെയൊക്കെയോ പുള്ളി പൂനെന്ന് പുള്ളി തിരിച്ച് തുമ്പാടിലേക്ക് വന്ന് ഓരോ വരവിന് തുമ്പാടിന്ന് പോകുമ്പോഴും പുള്ളിയുടെ കുറേ ഗോൾഡ് കോയിൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാവും പുള്ളി നിധി എടുക്കണത്. പക്ഷെ ഇതെങ്ങനെയാണ് എടുക്കണത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ഓക്കെ ഫൈൻ, ഒരു വെള്ളിന്ന് ഒരു കിണറിൽ നിന്ന് എടുക്കണമെന്ന് നമുക്കറിയാം. പക്ഷെ ഇതെങ്ങനെയാണ് എടുക്കണേ, കിണറിൽ വെറുതെ കിടക്കുവാണോ, ഹസ്തറ എവിടെയാണ്, ഇതൊന്നും നമുക്കറിയില്ല. അത് കഴിഞ്ഞ് ഇയാൾ ഭയങ്കര റിച്ച് ആവുകയാണ്. പിന്നെ ഇയാൾ ഈ സ്വർണം വിൽക്കാൻ കൊടുക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇവൻ തുമ്പാടുന്നാണ് എടുക്കണേന്ന്. ഇവൻ ഈ മെയിൻ ക്യാരക്ടർ അറിയാതെ ഇവനെ ഫോളോ ചെയ്ത് തുമ്പാടിൽ ആ വലിയ മനയിലെത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇവനൊരു കിണറിലേക്ക് ഇറങ്ങണേ ഇയാൾ കണ്ടു. അത് കഴിഞ്ഞ് ഇവൻ്റെ പുറകെ കിണറിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഒരു ചുമന്ന കളറ്, ഒരു നമ്മൾ ഫുള്ള് ചുമപ്പ്, അങ്ങനെ ഒരു സെറ്റപ്പിലേക്കാണ് ഈ കിണർ ഇറങ്ങി പോണത്.
എന്നിട്ട് ഇയാൾ കിണറിലേക്ക് പോകുമ്പോൾ ആണ് നമ്മൾ ഹസ്തറിനെ കാണുന്നത്. അതായത് ഇത് എടുക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനം, ഒരു ഫുഡ് പോലത്തെ ഒരു സാധനം വെച്ച് ഹസ്തറിനെ വിളിക്കും. ഹസ്തറിനെ വിളിക്കുമ്പോൾ ഹസ്തർ ഇത് കഴിക്കാൻ വേണ്ടി ഓടി വരും. കഴിക്കാൻ ഓടി വരുമ്പോൾ ഹസ്തറിന് തിരിഞ്ഞ് വെച്ചാൽ ഹസ്തറിൻ്റെ മുണ്ടിൻ്റെ ബാക്കിലാണ് വെച്ചാൽ ശീലയിലാണ് ഈ ഗോൾഡ് കോയിൻ ഇരിക്കുന്നത്. ഓരോ തവണയും ഈ ശീല വലിക്കുമ്പോൾ കുറേ ഗോൾഡ് കോയിൻ പുറത്തേക്ക് ചാടും. അപ്പം അങ്ങനെയാണ് ഈ ഗോൾഡ് കോയിൻ എടുക്കണം. അപ്പോൾ നമ്മൾ ഹസ്തറിനെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. റെഡ് കളറിൽ മേക്കപ്പ് ഒക്കെ ഇട്ട് പുള്ളി ഹസ്തറിന് നടക്കാനൊന്നും പറ്റില്ല, കൈയൊക്കെ കുത്തിയാണ് നടക്കുക, കിരീടമൊക്കെ ഉണ്ട്. പക്ഷെ എന്താ പറയുക, ഒരു കേഴ്സ് കിട്ടിയ ഒരു ദൈവത്തിൻ്റെ ഒരു അറ്റയറാണ് ഹസ്തറിനുള്ളത്. അപ്പോൾ നമ്മൾ കണ്ടാൽ ശരിക്കും പേടിച്ചു പോകും. റെഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് പുള്ളിയുടെ മേക്കപ്പ് ഒക്കെ പോയിരിക്കണേ. അത് കഴിഞ്ഞിട്ട് പക്ഷെ ഹസ്തർ കടിച്ചു കഴിഞ്ഞാൽ അവർ മരിക്കില്ല, അവരിങ്ങനെ കിടക്കും മരിക്കാതെ, അമ്മൂമ്മ ആദ്യം കിടന്ന പോലെ. അപ്പോൾ ഹസ്തർ ഈ മെയിൻ ക്യാരക്ടറിനെ ഫോളോ ചെയ്ത് വന്ന ആളെ കടിക്കും. അപ്പോൾ ഇവരെ തീയിട്ടാൽ മാത്രമേ കൊല്ലാൻ പറ്റുള്ളൂ. അപ്പോൾ ഇയാൾ ഇവരെ തീയിട്ട് കൊല്ലും. അങ്ങനെ സിനിമ മുന്നോട്ട് പോവാണ്. പിന്നെ ഈ മെയിൻ ക്യാരക്ടറിന്റെ മോനെയും ഇങ്ങനെ ചെറുത് മുതലേ കോച്ചിങ് കൊടുത്തോണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഈ ഹസ്തറിൻ്റെ ഉള്ളിൽ നിന്ന് കോയിൻ എടുക്കണേന്ന്. അപ്പോൾ ഇവനെയും കൊണ്ട് വന്നിട്ട് ഒരു ദിവസം ഇവർ കിണറിലേക്ക് പോവും, ഈ സോഹംഷ കിണറിലേക്ക് പോവും. അത് കഴിഞ്ഞ് മോന് മനസ്സിലാവാണ്. എന്നിട്ട് മോൻ ഇങ്ങനെ ഒരു ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കും, നമുക്ക് കുറേ ഗോൾഡ് കോയിൻ കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന്. പക്ഷെ ആ പറഞ്ഞു കൊടുക്കുന്ന ഐഡിയ ഭയങ്കര അട്ടർ ഫ്ലോപ്പാണ്. അങ്ങനെ വെച്ചാൽ അത്യാഗ്രഹം വന്നു കഴിഞ്ഞാൽ മനുഷ്യന് എന്ത് കിട്ടിയാലും ആഗ്രഹം നിൽക്കണില്ലെങ്കിൽ അത് ചിലപ്പോൾ നാശത്തിലേക്കായിരിക്കും പോകാന്നുള്ളതാണ് സിനിമയുടെ ഒരു ഇന്നർ മീനിങ്. അപ്പോൾ ഇതാണ് തുമ്പാടിൻ്റെ കഥ. ഇനി തുമ്പാടും പ്രമേയവും തമ്മിൽ എവിടെയാണ് ബന്ധം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു 3 കാരണങ്ങൾ കൊണ്ട് തുമ്പാട് പ്രമേയവുമായിട്ട് എവിടെയെങ്കിലും അറ്റാച്ച്ഡ് ആയിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. ഒന്ന്, തുമ്പാടിലുള്ള മനയും ബ്രഹ്മയുഗത്തിലുള്ള മനയും പഴയതാണ്. പക്ഷെ പഴയ മന എന്ന് പറയുമ്പോൾ തുമ്പാടും പ്രമേയവും തമ്മിൽ എവിടെയാണ് റിലേഷൻ? പഴയ മനയുള്ള ഒരുപാട് സിനിമകളുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുമ്പാടിൽ ഹസ്തറുണ്ട്, ബ്രഹ്മയുഗത്തിൽ ചാത്തനുണ്ട്. അപ്പോൾ ബ്രഹ്മയുഗത്തിൽ ചാത്തനും തുമ്പാടിലെ ഹസ്തറും രണ്ടും 2 ടൈപ്പാണ്. ഹസ്തറിന് ഹസ്തർ എന്താ ചെയ്യണേന്ന് വലിയ അറിവില്ല. ഹസ്തറിന് അങ്ങനെ ഒരാൾ ഉപദ്രവിക്കുകയാണ്, ഹസ്തറിന് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ പുള്ളിയുടെ വിശപ്പ് മാറ്റാനാണ് പുള്ളി ആളുകൾ ഉപദ്രവിക്കണം. പക്ഷെ ചാത്തൻ അങ്ങനെയല്ല. ബ്രഹ്മയുഗത്തിലെ ചാത്തൻ ആൾക്കാരെ നശിപ്പിച്ച് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണേ. പക്ഷെ ഹസ്തറും ചാത്തനും തമ്മിൽ എവിടെയാണ് ബന്ധം എനിക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം ഒരു സെൻസിലും ഒരു റിലേഷനും ഇല്ലാത്ത 2 ക്യാരക്ടേഴ്സാണ് ഹസ്തറും ചാത്തനും. ഹസ്തറിന്റെ കയ്യിൽ സ്വർണ്ണമുണ്ട്, ചാത്തന്റെ കയ്യിൽ കുറെ കുരുട്ടുബുദ്ധികളും കുരുട്ടുവിദ്യകളും ഉണ്ട്. ഇതിൽ മേക്കപ്പ് എൻ്റയർലി ഡിഫറെന്റ്, അവരുടെ ക്യാരക്ടേഴ്സ് എൻ്റയർലി ഡിഫറെന്റ്, അവരുടെ ഹിസ്റ്ററി ഭയങ്കര ഡിഫറെന്റ്. അപ്പൊ എങ്ങനെയാണ് ഹസ്തറും ചാത്തനും സെയിം ആവണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പിന്നെ അടുത്തൊരു കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ 2 മുത്തശ്ശിക്കഥകളാണെന്ന് പറയുന്നു. മുത്തശ്ശിക്കഥ പോലെയുള്ള സിനിമകളാണെന്ന് പറയുന്നത്. അപ്പോൾ മുത്തശ്ശിക്കഥ പോലെയുള്ള എത്ര സിനിമകളുണ്ട്. അതിപ്പോൾ തുമ്പാടും പ്രമേയവും തമ്മിൽ എനിക്കൊരു ബന്ധം തോന്നിയില്ല. കാരണം മുത്തശ്ശിക്കഥ തുമ്പാടിലും പ്രമേയത്തിലും മാത്രമല്ലല്ലോ, ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പം മലക്കോട്ടെ വാലിബനായാലും ഒരു ഫോൾട്ട് ടെയിൽ പോലെയല്ല അതും പോകുന്നത്. എന്ന് വെച്ചാൽ മലക്കോട്ടെ വാലിബനും പ്രമേയവും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? 2 ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്ക് അതും വലിയ ഒരു ബന്ധമായിട്ട് തോന്നിയില്ല. പിന്നെ അത്യാഗ്രഹം ആപത്തെന്ന് പറയുന്ന ഒരു മീനിങ് തുമ്പാടും പ്രമേയവും മാത്രമല്ലല്ലോ, കുറേ സിനിമകളിൽ അങ്ങനെ അത്യാഗ്രഹം ആപത്തെന്ന് പറഞ്ഞൊരു മീനിങ് പോകുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ തുമ്പാടും പ്രമേയവും തമ്മിൽ റിലേഷൻ എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. തുമ്പാടിൻ്റെ ആക്ടിങ് അല്ല ബ്രഹ്മയുഗത്തിൽ എനിക്ക് പേഴ്സണലി ആക്ടിങ് വൈസും മേക്കിംഗ് വൈസും സ്റ്റോറി വൈസും എനിക്ക് ബ്രഹ്മയുഗമാണ് ഇഷ്ടം. കാരണം തുമ്പാട് ഇവിടെ നിൽക്കുകയെന്നുണ്ടെങ്കിൽ ബ്രഹ്മയുഗം ഇവിടെ നിൽക്കുന്നത്, അത്രയും വ്യത്യാസമുണ്ട് ബ്രഹ്മയുഗത്തിൻ്റെ എല്ലാ കാര്യങ്ങളും. അപ്പം തുമ്പാടും ബ്രഹ്മയുഗവും ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാനുള്ളത് ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് തുമ്പാടും ബ്രഹ്മയുഗവും തമ്മിൽ എന്തെങ്കിലും ഒരു സാമ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. എനിക്ക് പേഴ്സണലി ഒട്ടും തോന്നിയില്ല. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് കമൻറ്റ്സ് ഒക്കെ താഴെ മെൻഷൻ ചെയ്യുക. നിങ്ങൾക്ക് ഈ സിനിമകളെ പറ്റി എന്താണ് റിലേഷൻ തോന്നിയെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എനിക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഹെലൻ റിയാക്ട്സ്. താങ്ക് യു.